ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് അല്പസമയത്തിനകം കോഴിക്കോട്ടേക്ക് തിരിക്കും. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഗവർണർ കോഴിക്കോട് നഗരത്തിലെത്തുന്നത്. സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാൽ ഗവർണർക്കെതിരെ ക്യാമ്പസിൽ ഇന്ന് പ്രതിഷേധമുണ്ടാവില്ല എന്ന നിലപാടിലാണ് SFI. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന ശേഷം ഗവർണർ 2 മണിയോടുകൂടി ക്യാമ്പസിൽ തിരിച്ചെത്തും. നാളെ രാത്രിയാണ് ഗവർണർ ക്യാമ്പസ് വിടുക. സർവകലാശാല ക്യാമ്പസും ഗവർണറുടെ സഞ്ചാരപാതയും കനത്ത പോലീസ് സുരക്ഷയിലാണുള്ളത്. വിനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. വിനീഷ്, ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല ഗവർണർ എന്ന നിലപാടിൽ SFI ഉറച്ചു നിന്നിരുന്നു. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഗവർണർ ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാലുകുത്തിയത് നമ്മൾ കണ്ടതാണ്. വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് ഗവർണറുടെ പരിപാടികൾ? പ്രതിഷേധമുണ്ടാവാനുള്ള ഒരു സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഭവ്യ, തീർച്ചയായും. കാരണം SFIയുടെ പ്രതിഷേധം ഏറെക്കുറെ ദുർബലമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലത്തോടുകൂടി പ്രതിഷേധങ്ങൾ അവസാനിച്ചു. കാരണം ഇന്നലെ ഗവർണറെ ഈ ക്യാമ്പസിലേക്ക്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു SFIയുടേത്. പക്ഷേ അതിനുശേഷം അവിടെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു, നിരവധി പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. പോലീസുമായി ബലപ്രയോഗം ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ലാത്തി വീശി 11ഓളം ആളുകൾക്ക്, 3 പേർക്ക് തലയ്ക്ക് പരിക്കേറ്റു, മറ്റൊരു 8 പേർക്ക് അല്ലാതെ ചെറിയ പരിക്കുകളും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. അതിനുശേഷം ഇന്നിപ്പോൾ സാധാരണ പൊതുപരിപാടികൾ ഒന്നും തന്നെ ഗവർണർക്കില്ല. ഇന്ന് ആകെയുള്ളതൊരു സ്വകാര്യ പരിപാടിയാണ്. അത് കോഴിക്കോട് നഗരത്തിലാണ്. കോഴിക്കോട് നഗരത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ തന്നെ പുറപ്പെടും. അതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ആയിക്കഴിഞ്ഞു. അതിനുള്ള അദ്ദേഹത്തിൻ്റെ കോൺവോ സംവിധാനങ്ങൾ, പോലീസ് വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ നിരന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്നലെ ഗവർണർ ഇവിടേക്ക്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തും എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 600-ലധികം പോലീസുകാർ ഈ ക്യാമ്പസ് പരിസരത്ത് മാത്രമുണ്ട്. അതായത് പ്രധാന കവാടത്തിൽ മാത്രമല്ലാതെ പുറത്തുനിന്ന് ആളുകൾക്ക് കയറി വരാൻ അല്ലെങ്കിൽ പറ്റുന്ന ക്യാമ്പസിലേക്ക് കയറാനുള്ള മറ്റു ധാരാളം വഴികളുണ്ട്. ഇവിടെ എല്ലാം തന്നെ പോലീസുണ്ട്. ഇതെല്ലാം തന്നെ അടച്ചിരിക്കുകയാണ്. പോലീസിന്റെ അനുമതി ഇല്ലാതെ ഇങ്ങോട്ട് കഴിയില്ല. മാധ്യമപ്രവർത്തകർക്ക് പോലും ID കാർഡ് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് പോലീസ് ഇങ്ങോട്ട് കടത്തിവിടുന്നത്. എന്തായാലും ഇപ്പോൾ ഗവർണറുടെ വാഹനം ഇപ്പോൾ തന്നെ ഇവിടുന്ന് പുറപ്പെടും. 11:10 ഇവിടെ നിന്ന് ഇറങ്ങും എന്നാണ് അദ്ദേഹത്തിന്റെ ഷെഡ്യൂളിലുള്ളത്. അതിനുശേഷം അദ്ദേഹം ഈ കോഴിക്കോട് സരോവരത്തിൽ നടക്കുന്ന പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം കൃത്യം 1:50 തന്നെ ഇവിടെ തിരിച്ചെത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തൽക്കാലത്തേക്ക് ഈ ക്യാമ്പസ് പരിസരത്ത് പ്രതിഷേധ പരിപാടികൾ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് SFI എത്തിച്ചേർന്നിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ ഗവർണർ ഇന്ന് സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് SFIയുടെ പ്രതിഷേധം ഇന്ന് ഉണ്ടാവില്ല എന്ന അനുമാനത്തിലേക്ക് നമുക്ക് എത്താം, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് SFIയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. കാരണം ഇന്ന് ഈ പരിസരത്ത് തൽക്കാലത്തേക്ക് പ്രതിഷേധം വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തുന്ന സമയം, അതിനിടയിൽ വഴിയിൽ എവിടെയെങ്കിലും പ്രതിഷേധമോ കരിങ്കൊടിയോ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ മുതൽ യൂണിവേഴ്സിറ്റി വിട്ട് കഴിഞ്ഞാൽ രാമനാട്ടുകര, പന്തീരങ്കാവ്, പാലാഴി, അങ്ങനെ തൊണ്ടയാട്, മലാപ്പറമ്പ്, എരഞ്ഞിപ്പാലം, ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റൂട്ട് ഉള്ളത്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസുണ്ട്. ആ എരഞ്ഞിപ്പാലത്തുള്ള സരോവരത്തുള്ള ട്രേഡ് സെൻറ്ററിലാണ് ഇദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുള്ളത്. അതായത് ഈ സ്വകാര്യ ചടങ്ങ്, ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകൻ്റെ വിവാഹ ചടങ്ങുള്ളത്. ഇതിൽ പങ്കെടുക്കുന്ന വഴികളിലെല്ലാം തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതിനുശേഷം പരിപാടി കഴിഞ്ഞതിന് ശേഷം കൃത്യം 1 മണിയോടുകൂടി അദ്ദേഹം അവിടെ നിന്നും മടങ്ങും. 1:50 ഇവിടെ തിരിച്ചെത്തും എന്നുള്ള രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വഴിയിൽ എവിടെയെങ്കിലും SFIയുടെ ഏതെങ്കിലും രീതിയിലുള്ള കരിങ്കൊടി കാണിക്കലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിഷേധ പരിപാടികളോ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അക്കാര്യത്തിൽ SFI ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. പൂർണ്ണമായും ഞങ്ങൾ ഒരു പ്രതിഷേധ പരിപാടിക്കും ഇല്ല എന്ന് SFI എവിടെയും പറയുന്നില്ല. പക്ഷേ ഈ ക്യാമ്പസിൽ തൽക്കാലത്തേക്ക് ഈ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ഈ ഭാഗത്തേക്കുള്ള പ്രതിഷേധ പരിപാടികളും മറ്റും ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നാളെ അദ്ദേഹത്തിൻ്റെ പരിപാടിയുണ്ട്. നാളെ 3:30 ഈ ക്യാമ്പസിനകത്ത് തന്നെയാണ് അദ്ദേഹത്തിന് മറ്റൊരു പരിപാടിയുള്ളത്. ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടുള്ളൊരു സെമിനാറാണുള്ളത്. ഈ സെമിനാറിൽ കൃത്യമായി തന്നെ പാസ് വിതരണം ചെയ്തുകൊണ്ട് പൂർണ്ണമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് ആളുകൾ ഇങ്ങോട്ട് കടത്തിവിടുന്നത്. എങ്കിൽ പോലും ഇവിടെ ക്യാമ്പസിൽ നാളെ പ്രതിഷേധിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. ആ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നാളെയും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഉണ്ടാവുക.
ശരി, ഇപ്പോൾ MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി ഗവർണർ പോകുന്നത് കൊണ്ട് വലിയ പ്രതിഷേധ സമരത്തിനില്ല എന്നുള്ള നിലപാടിലേക്കാണ് SFI ഇന്ന് കടക്കുന്നതെന്നാണ് നിലവിൽ വിനേഷ് കുമാർ നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ പരിപാടികൾ എവിടെയൊക്കെയാണ്? പോകുന്നിടങ്ങളിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഉണ്ടല്ലേ നിലവിലെ സാഹചര്യം പരിഗണിച്ച്? വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് എരഞ്ഞിപ്പാലത്തുള്ള കാലിക്കറ്റ് ട്രേഡ് സെന്റർ എന്ന ഒരു വലിയ ഹാളിന് സമീപമാണ്. ഇവിടെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങുകൾ നടക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ മന്ത്രി KK ശൈലജ ടീച്ചറും അടക്കമുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരാണ് ഇതിനകം ഈ ട്രേഡ് സെന്ററിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നത്. ഗവർണർ ഇറങ്ങിയാൽ ഏതാണ്ട് 12 മണിക്ക് മുമ്പായി ഈ വിവാഹ സ്ഥലത്ത് ഗവർണർ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വഴിയിലുടനീളം, അതായത് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിന്നും അദ്ദേഹം ഈ ട്രേഡ് സെന്ററിലേക്ക് എത്തുന്ന വഴിയിലുടനീളം പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നു. ഈ ട്രേഡ് സെന്ററിന് സമീപം ഏതാണ്ട് 100 മീറ്റർ അകലത്തിൽ വീതമാണ് പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ വഴി നടക്കുന്നുണ്ട്. ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനടക്കം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം സ്വകാര്യ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ രണ്ടു വശത്തായിട്ടുമുണ്ട്. എന്തായാലും നിരവധി ആളുകളാണ് ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി ഇതിനകം എത്തിയിരിക്കുന്നത്. VVIPകളായ നിരവധി ആളുകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗവർണർ എത്തുമ്പോൾ ഇന്ന് സാധാരണഗതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. കാരണം മുസ്ലിം ലീഗിലെ തന്നെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയുടെ മകന്റെ വിവാഹ ചടങ്ങാണ്. അത്തരമൊരു ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ ഗവർണർ എത്തുമ്പോൾ അതിനൊരു തടസ്സം സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഒരു കരിങ്കൊടി പ്രതിഷേധം കാണിക്കുക അനുചിതമാവും എന്ന ഒരു വിലയിരുത്തൽ SFIക്കുണ്ട്. ഒപ്പം പാർട്ടിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ നിർദ്ദേശം ഇക്കാര്യത്തിൽ ഇന്ന് സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഗവർണർക്കെതിരെ പ്രതിഷേധം വേണ്ട എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയില്ല. വരുന്ന വഴിയിലും ഇത്തരത്തിൽ പ്രതിഷേധത്തിന് സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. VVIPകൾ ഓരോരുത്തരായി ഈ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഗവർണർക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഇവിടെ. വലിയ പോലീസ് സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ. തീർച്ചയായും അനീഷ, നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് ഗവർണർക്കായി ഒരുക്കുന്നത്. ഗവർണർ പങ്കെടുക്കുന്ന സ്വകാര്യ പരിപാടിക്ക് സമീപം വലിയ പോലീസ് വലയമുണ്ട്. വീണ്ടും വിനേഷ് കുമാറിലേക്ക് തന്നെ പോവുകയാണ്. വിനേഷ്, നമ്മൾ ഇന്നലെ കണ്ടതാണ് 6 മണിക്ക് ശേഷം ഗവർണർ എത്തുമെന്ന്, കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ എത്തുമെന്നുള്ള അറിയിപ്പ് ലഭിച്ചതിന് 2-3 മണിക്കൂറുകൾ മുൻപ് SFI നടത്തിയ വലിയ സമരം നമ്മൾ കണ്ടതാണ്, അറസ്റ്റ് വരിച്ചത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഗവർണർ ഇറങ്ങാനുള്ള സമയം ഏകദേശമായി എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങി സ്വകാര്യ പരിപാടികൾക്കായി പോകുമെന്ന് മനസ്സിലാക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നിന്നെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്താണ് SFI പറയുന്നത്? ഭവ്യ, അല്പസമയത്തിനകം തന്നെ ഗവർണർ ഇറങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. കാരണം അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഏറെക്കുറെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോൺവോ വാഹനങ്ങളും മറ്റുള്ള പോലീസും എല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. കൃത്യം 11:10 തന്നെ ഇറങ്ങും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അത് 11:10 ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യം 12 മണിക്ക് മുമ്പായി തന്നെ അദ്ദേഹത്തിന് കോഴിക്കോട് എത്താൻ കഴിയും. ആ കോഴിക്കോട് നിന്ന് എത്തിയതിന് ശേഷം പരിപാടിയിൽ പങ്കെടുത്ത് 1 മണിയോടുകൂടി അവിടെ നിന്ന് മടങ്ങുക, 1:50 ഇവിടെ തിരിച്ചെത്തുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ. അങ്ങനെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ SFIയുടെ പ്രതിഷേധം തൽക്കാലത്തേക്ക് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തോ അതിൻ്റെ പരിസരത്ത്, ക്യാമ്പസ് പരിസരത്തേക്ക് ഇന്ന് പ്രതിഷേധം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ SFI എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്കിൽ പോലും സുരക്ഷാ സംവിധാനങ്ങൾ ഒട്ടും കുറയുന്നില്ല. കാരണം കൂടുതൽ പോലീസിനെ, 600-ലധികം പോലീസിനെ 3 ജില്ലകളിലുള്ള പോലീസിനെ ഇവിടെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ക്യാമ്പസിനകത്തേക്ക് ഈ പ്രധാന കവാടം കൂടാതെ മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാനുള്ള വഴികളും സംവിധാനവുമുണ്ട്. അതെല്ലാം തന്നെ, ഇവിടെ എല്ലാം തന്നെ പോലീസുണ്ട്. ഈ ആളുകളെ ഒരു തരത്തിലും കടത്തിവിടുന്നില്ല. മാധ്യമപ്രവർത്തകരെ പോലും ഇവിടെ ID കാർഡും മറ്റും ഉപയോഗിച്ച് കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. എന്തായാലും സമരപരിപാടികൾ SFI പൂർണ്ണമായി തങ്ങൾ സമരപരിപാടികളും ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും തൽക്കാലം അദ്ദേഹം താമസിക്കുന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പരിസരത്തോ പോലീസിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലേക്ക് ഒരു സമരപരിപാടികൾ വേണ്ട ഇന്ന് എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഇന്നലെ തന്നെ SFIയും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാവുകയും ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുകയും സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാവുകയും
ചെയ്തിട്ടുണ്ട്. ഇത് പലപ്പോഴും പോലീസിനെതിരെ ഉണ്ടാകുന്ന ഈ ഒരു ഏറ്റുമുട്ടൽ ഇത് ഒരു ആഭ്യന്തര വകുപ്പിനെ പോലും പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് മാറരുത് എന്നുള്ളൊരു നിലപാട് എന്തായാലും SFIക്കുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പക്ഷേ ആ സമയത്ത് പോലും SFI നേതാക്കളെ ഒന്ന് നുള്ളി നോവിക്കുക, SFI പ്രവർത്തകരെ ഒന്ന് നുള്ളി നോവിക്കാതെയാണ് സമരം മുന്നോട്ട് പോയതെന്നുള്ള ആക്ഷേപവും മറുവശത്ത് ഉയരുന്നുണ്ട്. വിനേഷ്, തീർച്ചയായും അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. കാരണം കഴിഞ്ഞ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSU പ്രവർത്തകരുടെ പ്രതിഷേധ പരിപാടി പോലീസിന്റെ ഭാഗത്ത് അതിഭീകരമായ മർദ്ദനവും മറ്റും ഉണ്ടായതാണ്. പക്ഷേ ഇവിടെ SFIയുടെ സമരം എത്തിയപ്പോൾ പോലീസ് കുറച്ചുകൂടി മൃദു സമീപനം സ്വീകരിച്ചു എന്നുള്ളൊരു ആക്ഷേപം സോഷ്യൽ മീഡിയയിലും മറ്റും ഉയരുന്നുണ്ട്. കാരണം ഇത്രയും വലിയ പ്രകോപനം ഉണ്ടാവുകയും അവർ പോലീസിനെ നേരെ പ്രകോപനപരമായി സംസാരിക്കുകയും അത്തരത്തിൽ അക്രമത്തിന് മുതിരുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഇതാ ഗവർണർ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഗവർണർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം കോഴിക്കോട്ടേക്ക് തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോൺവോ വാഹനങ്ങളെല്ലാം തന്നെ വാഹനവ്യൂഹമെല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞു. വാഹനങ്ങൾ ഇപ്പോൾ ചലിക്കുന്നുണ്ട്. വാഹനങ്ങൾ പുറത്തേക്ക് വരികയാണ്. സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനായി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. വലിയ സുരക്ഷാ സന്നാഹത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ യാത്ര. അദ്ദേഹം പോകുന്ന വഴിയിലുടനീളം വലിയ സുരക്ഷാ സന്നാഹങ്ങളുണ്ട്, വലിയ പോലീസ് സേനയുണ്ട് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായി. SFIയുടെ വലിയ പ്രതിഷേധം നിലനിൽക്കുമ്പോൾ പോലും ക്യാമ്പസിൽ കാലുകുത്തില്ല എന്ന SFIയുടെ നിലപാട് സ്വീകരിച്ചതിന് ശേഷവും ആ വെല്ലുവിളിയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരിക്കുകയായിരുന്നു. ഇന്നലെ വലിയ പ്രതിഷേധത്തിനൊടുവിൽ അദ്ദേഹം ഗസ്റ്റ് ഹൌസിൽ താമസിച്ചു. 3 ദിവസത്തോളം അദ്ദേഹം ക്യാമ്പസിൽ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്ന് സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോകുന്നത്. S വിനേഷ് കുമാറുമൊപ്പം MS അനീഷ് കുമാറുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.